minute the speaker comes into the house, Garima leaves the house. രമേശ് ബിധൂരിയ ഡാനിഷ് അലിയെ കത്വ മുസ്ലിം ഭീകരൻ എന്ന് വിളിച്ചു. ബിർലാജി ഒന്നും ചെയ്തില്ല. 200 million Muslims of this country who put their head on their forehead on this soil. ഞാൻ പറയും അദ്ദേഹം ക്രിമിനലുകൾക്കൊപ്പം നിന്ന് ജനാധിപത്യത്തെ ശ്വാസം മുട്ടിക്കുകയാണ് എന്ന്. Moving a no confidence against the chair. Sir, we are moving a no confidence against the chair. Obviously the comments will be against the chair. Please let me finish, sir. അതായത് നിങ്ങൾ പണി ഇഷ്ടപ്പെട്ടു, നാളെ മുതൽ പണിക്ക് വരണ്ട എന്ന് നമ്മൾ സാധാരണ പറയല്ലോ. Depart, I say, and let us have done with you. In the name of God, go. നമസ്കാരം. മഹുവ മൊയ്ത്ര തൃണമൂലിൻ്റെ തീപ്പൊരി നേതാവാണ്. ലോക്സഭയിൽ എഴുന്നേറ്റ് നിന്നാൽ എല്ലാവരും ആകാംക്ഷാപൂർവ്വം കേട്ടിരിക്കുന്ന പ്രസംഗമാണ്, ചൂടൻ പ്രസംഗമാണ്. ഏറ്റവും ഒടുവിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ പക്ഷപാതപരമായ നിലപാടുകൾക്കെതിരായ അവിശ്വാസ പ്രമേയത്തിലാണ് അവർ സംസാരിച്ചത്. പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് തൃണമൂലിന് വേണ്ടി പ്രമേയത്തിൽ ആദ്യം സംസാരിച്ചത് അവർ രൂക്ഷമായ വാക്കുകളോടെയാണ്. 3 പ്രധാന കാര്യങ്ങൾ അവർ പറഞ്ഞു. ഒന്ന്, എങ്ങനെയാണ് ഓം ബിർള ഏകാധിപതിയായി സഭാവിരുദ്ധമായി പ്രവർത്തിക്കുന്നത് എന്ന് സമർത്ഥിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നിരത്തി. രണ്ടാമത്തേത്, ഓം ബിർളയുടെ ഇടപെടലുകളിലെ പ്രശ്നങ്ങൾ, അതായത് പ്രതിപക്ഷ നേതാവിനെ അടക്കം സംസാരിക്കാൻ അനുവദിക്കാത്ത നിലയിലുള്ള സമീപനം. മൂന്നാമത്തേത്, ഇതുവരെയുള്ള ചരിത്രത്തിൽ ഇന്ത്യൻ പാർലമെൻറ്റ് രൂപീകരിക്കപ്പെട്ടതിന് ശേഷം 3 സ്പീക്കർമാർക്കെതിരായ അവിശ്വാസ പ്രമേയങ്ങളിൽ അതത് കാലത്ത് ഉണ്ടായ നടപടികൾ. കുറച്ച് വിജ്ഞാനപ്രദമാണ്, ഈ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് കാര്യങ്ങൾ പഠിക്കാനുള്ള വിവരങ്ങൾ ഉള്ള പ്രസംഗമാണ്. അതിനപ്പുറത്ത് കടുത്ത കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനം സ്പീക്കറെ മുൻനിർത്തി നടത്തിയ ഒരു പ്രസംഗമാണ്. പാർലമെൻറ്റിൽ എങ്ങനെയാണ് അഭിപ്രായങ്ങളെ അടിച്ചമർത്തുന്നത് എന്ന് ഓം ബിർളയുടെ സമീപനത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജനാധിപത്യത്തിൻ്റെ സാധ്യതകളെ, നമുക്ക് ജനാധിപത്യത്തെ പ്രയോഗിക്കാനുള്ള സാധ്യതകളെ ജനാധിപത്യ വിരുദ്ധമായി എങ്ങനെ പ്രയോഗിക്കുന്നു ഓം ബിർളയുടെ കാലത്ത് അല്ലെങ്കിൽ മോദി സർക്കാരിൻ്റെ കാലത്ത് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന പ്രധാന പോയിന്റുകൾ കേൾക്കാനുള്ള പ്രസംഗമാണ് മഹുവ മൊയ്ത്രയുടേത്. അവരുടെ പ്രസംഗത്തിൻ്റെ മലയാള പരിഭാഷ നമുക്ക് കേൾക്കാം. Today I stand on behalf of my party, the All India Trinamool Congress, with a heavy heart, but with a complete clarity of purpose. എൻ്റെ ഹൃദയം വലിയ ഭാരമുള്ളതായി അനുഭവപ്പെടുകയാണ്. എങ്കിലും ഉദ്ദേശത്തിൻ്റെ പൂർണ്ണമായ വ്യക്തതയോടെ തന്നെ ലോക്സഭയിലെ 18ാം സ്പീക്കർക്കെതിരെയുള്ള അവിശ്വാസ പ്രമേയത്തെ ഞാൻ പിന്തുണക്കുന്നു. പാർലമെന്ററി ജനാധിപത്യത്തിൻ്റെ പ്രവർത്തനത്തെ പൂർണ്ണമായി നശിപ്പിക്കുന്ന രീതിയിൽ ഈ സഭയിൽ നടന്ന നടപടികൾക്കെതിരെയാണ് ഈ പ്രമേയം. ഇത് വളരെ വിചിത്രമാണ്. മാത്രമല്ല, ഈ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള ഒരു കർമ്മഫലം കൂടി അനുഭവിക്കേണ്ട സാഹചര്യം വന്നിരിക്കുന്നു. ഞാനൊരു വനിതാ MP ആണ്. ഈ സ്ത്രീവിരുദ്ധ സർക്കാർ എന്നെ നിയമവിരുദ്ധമായി നിരവധി തവണ വേട്ടയാടി. അച്ചടക്ക സമിതി തെറ്റായ തീരുമാനത്തിലൂടെ എന്നെ പുറത്താക്കി. ആ സമിതിക്ക് എന്നെ പുറത്താക്കാനുള്ള അധികാരം തന്നെ ഇല്ലായിരുന്നു. ഒരു പ്രമേയത്തിൽ എനിക്ക് സംസാരിക്കാൻ അനുവാദം തന്നില്ല. എല്ലാ സ്വാഭാവിക നീതിയുടെയും അടിസ്ഥാന തത്വങ്ങൾ ലംഘിച്ച് സ്പീക്കർ എൻ്റെ ഭാഗം വിശദീകരിക്കാൻ പോലും അനുവദിച്ചില്ല. ഇന്ന് ഞാൻ എൻ്റെ പാർട്ടിക്ക് വേണ്ടി ഈ അവിശ്വാസ പ്രമേയത്തിൻ്റെ ചർച്ച തുടങ്ങുകയാണ്. അതെ, സ്പീക്കർക്കെതിരെ തന്നെ. അതാണ് ആദ്യം പറഞ്ഞത്, കർമ്മഫലത്തിൽ നിന്ന് ആർക്കും ഒളിച്ചോടാൻ പറ്റില്ല എന്ന്. It is richly ironic, it's divine karma actually, that I, the lady MP who was illegally witch hunted by this misogynistic government, wrongly expelled by ethics committee which had no power to expel, after a motion in which I was not allowed to speak, where the speaker, in violation of every principle of natural justice, did not allow me to defend myself. Today I am opening the debate for my party in a motion of no confidence against that very speaker. You can't run away from karma. ഡോക്ടർ അംബേദ്കർ പറഞ്ഞിരുന്നു, പാർലമെന്റ് പ്രതിപക്ഷത്തിൻ്റെതാണ്, ഭരണപക്ഷം എപ്പോഴും വിചാരണയിലായിരിക്കണം. അക്കൗണ്ടബിലിറ്റി ഉറപ്പാക്കാൻ വേണ്ടിയാണ് അദ്ദേഹം അന്ന് അങ്ങനെ വിശേഷിപ്പിച്ചത്. സ്പീക്കറുടെ റോൾ നിഷ്പക്ഷമായ വിധികർത്താവിൻ്റെതാവണം. സഭയുടെ ക്രമം നിലനിർത്തേണ്ടത് അദ്ദേഹത്തിൻ്റെ ചുമതലയാണ്. പാർലമെന്റിന്റെ പ്രവർത്തനത്തിന് ഇത് അത്യന്താപേക്ഷിതമാണ്. UK ഹൗസ് ഓഫ് കോമൺസിലെ സ്പീക്കർ ജോൺ ബർക്കോ ഒരിക്കൽ പറഞ്ഞു, ഞാൻ ഹൗസ് ഓഫ് കോമൺസിൻ്റെ സ്പീക്കറാകാൻ ആഗ്രഹിച്ചത് എൻ്റെ കുട്ടികളോട് പറയാൻ മാത്രമല്ല. അതുകൊണ്ട് ഇത് അഹങ്കാരത്തിൻ്റെ കാര്യമല്ല, വ്യക്തിഗത പാരമ്പര്യത്തിൻ്റെ കാര്യവുമല്ല. ഈ സ്ഥാനം അതിന് അപ്പുറത്താണ്. 1954 ലോക്സഭയുടെ ആദ്യ സ്പീക്കർ GV മാവ്ലങ്കറിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഊർജ്ജസ്വലതയ്ക്കും വിയോജിപ്പിൻ്റെ ശബ്ദങ്ങളുടെ ശക്തിക്കും യോജിച്ച ആദരവാണ് എന്ന് തന്നെ ഞാൻ പറയുന്നു. അദ്ദേഹത്തിനെതിരെ ആരോപണം ഉയർത്തിയത് ഭരണപക്ഷത്തിൻ്റെ ഔദ്യോഗിക വക്താവായി തുറന്നു പ്രവർത്തിച്ചു എന്നതാണ്.
അത് ലോക്സഭയുടെ പ്രവർത്തനത്തിന് ഗുരുതരമായ അപകടമുണ്ടാക്കുന്നതാണ്. അന്ന് പ്രധാനമന്ത്രി പണ്ഡിറ്റ് നെഹ്റു ചർച്ചയിൽ പങ്കെടുത്തു. അദ്ദേഹം പറഞ്ഞു, പ്രതിപക്ഷത്തിന് ഭരണപക്ഷ ബെഞ്ചുകളേക്കാൾ കൂടുതൽ സമയം നൽകണം. ഇന്ന് ഏത് പാരമ്പര്യമാണ് നാം പിന്തുടരുന്നത് എന്നാലോചിക്കണം. അടുത്ത ദശകത്തിൽ 1966 രണ്ടാമത്തെ അവിശ്വാസ പ്രമേയം സർദാർ ഹുക്കും സിംഗിനെതിരായിരുന്നു. അദ്ദേഹം ക്രമേണ ചോദ്യങ്ങൾ അനുവദിക്കാതിരുന്നു. അത് പ്രധാനമന്ത്രിക്കും മന്ത്രിമാർക്കും മറ്റ് നേതാക്കൾക്കും ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കും വലിയ ലജ്ജ ഉണ്ടാക്കും എന്നായിരുന്നു ആരോപണം. ആ ആരോപണം നിങ്ങൾക്ക് പരിചിതമായി തോന്നുന്നുണ്ടോ? 20 വർഷം കഴിഞ്ഞ് 1987 ബൽറാം ഛാക്കറിനെതിരെ വീണ്ടും പ്രമേയം കൊണ്ടുവന്നത് ഭാവിയിൽ സ്പീക്കറായ CPMന്റെ സോമനാഥ് ചാറ്റർജി. അദ്ദേഹം പറഞ്ഞു, പാർലമെന്റ് ഭരണകൂടത്തിന്റെ ഏകാധിപത്യത്തെക്കാൾ മൗനമായ പാർലമെന്റിൽ നിന്നാണ് കൂടുതൽ അപകടം ഉണ്ടാക്കുക എന്നത്. ഛാക്കറിന്റെ തീരുമാനങ്ങൾ ചാറ്റർജി ഓരോന്നായി വിമർശിച്ചു. MP-മാർക്ക് അഡ്ജോൺമെന്റ് പ്രമേയങ്ങൾ കൊണ്ടുവരാനുള്ള അവകാശം നിഷേധിച്ചു. ഇന്ന് നമുക്ക് എന്താണുള്ളത്? മാന്യനായ സ്പീക്കർ ഒരു അഡ്ജോൺമെന്റ് പ്രമേയം അനുവദിക്കില്ല. എല്ലാ രാവിലെയും ഞങ്ങൾ വരുന്നു, ഒരു ഡയലോഗ് ആവർത്തിക്കുന്നു. എന്താണ് കേൾക്കുക? ഒരു പ്രതിഷേധ പ്രസ്താവനയ്ക്ക് പോലും അനുമതി നൽകില്ല. ഈ ദിവസം എല്ലാ ദിവസവും ഇത് കേൾക്കുന്നു. പക്ഷേ 3 അവസരങ്ങളിൽ ഒരു വ്യത്യാസമുണ്ടായിരുന്നു. എന്താണ്? 3 സന്ദർഭങ്ങളിൽ ഡെപ്യൂട്ടി സ്പീക്കറാണ് സഭ നടത്തിയത്. മാവലങ്കർ സമയത്ത് അനന്തശയന അയ്യങ്കാർ ഡെപ്യൂട്ടി ലീഡറായിരുന്നു. 1966 ഹുക്കും സിംഗിന്റെ സമയത്ത് SP കൃഷ്ണമൂർത്തി റാവു ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നു. പക്ഷേ പ്രമേയം കൊണ്ടുവന്ന മധുലിമയ്ക്ക് 50 പേരുടെ പിന്തുണ ലഭിച്ചിട്ടില്ലാത്തതിനാൽ പ്രമേയം പരാജയപ്പെട്ടു. 87 ബൽറാം ഛാക്കറിന്റെ സമയത്ത് ഡെപ്യൂട്ടി സ്പീക്കർ M താബു ദേ സഭ നടത്തി. പക്ഷേ ഇന്ന് എന്താണ് കാണുന്നത്? 17-ാം 18-ാം ലോക്സഭകളിൽ ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ല. കഴിഞ്ഞ 7 വർഷമായി ഈ സ്ഥാനം ശൂന്യമാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 93 വ്യക്തമായി പറയുന്നു, ജനപ്രതിനിധി സഭ ഉടനടി സ്പീക്കറെയും ഡെപ്യൂട്ടി സ്പീക്കറെയും തെരഞ്ഞെടുക്കണം. സ്ഥാനം ശൂന്യമായാൽ ഉടൻ മറ്റൊരാളെ തെരഞ്ഞെടുക്കണം എന്ന്. ആർട്ടിക്കിൾ 95 പറയുന്നു, സ്പീക്കർ ഇല്ലെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ അല്ലെങ്കിൽ സഭ തീരുമാനിക്കുന്ന മറ്റൊരാൾ സഭ നടത്തണമെന്ന്. ഇന്ന് ചർച്ച തുടങ്ങിയപ്പോൾ കണ്ടത് എന്താണ്? ഇപ്പോഴത്തെ അധ്യക്ഷനോട് ബഹുമാനക്കുറവോ ആദരവോ ഇല്ല. പക്ഷേ സഭയുടെ സമ്മതമോ തീരുമാനമോ ഇല്ലാതെയാണ് അദ്ദേഹം അവിടെ ഇരുന്നത്. ആരാണ് സഭ നടത്തുക എന്ന കാര്യത്തിൽ യോജിപ്പുണ്ടാക്കാൻ ഇതുവരെ ആയിട്ടില്ല. 18-ാം ലോക്സഭയുടെ മാന്യനായ സ്പീക്കർ പല ആദ്യ റെക്കോർഡുകളും നേടിയിട്ടുണ്ട്. ദുഃഖകരമെന്ന് പറയട്ടെ, എല്ലാം അന്തസ്സില്ലാത്തതാണ്. അദ്ദേഹം സഭയുടെ അന്തസ്സിനെ കുറിച്ച് സംസാരിക്കുന്നു എപ്പോഴും. He keeps talking about the vaunted garima of the house, but it has come to a point that the minute the speaker comes into the house, garima leaves the house. That's where we are today. ഗരിമയെ കുറിച്ച് പറയുന്നു, പക്ഷെ സ്പീക്കർ സഭയിലേക്ക് കയറുമ്പോൾ അന്തസ് പുറത്തേക്ക് പോകുന്നു. അതാണ് ഇന്നത്തെ അവസ്ഥ. ഞാൻ ആദ്യം സ്പീക്കറുടെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കാം. ആദ്യം വലിയ കാര്യങ്ങൾ. ലോക്സഭ നിയമങ്ങളിലെ റൂൾ 374A പ്രകാരമുള്ള സസ്പെൻഷനുകൾ. മുമ്പ് റൂൾ 374 ഉണ്ടായിരുന്നു. സസ്പെൻഷന് ഔപചാരിക പ്രമേയം വേണമായിരുന്നു. 2001 അടൽ ബിഹാരി വാജ്പേയിയുടെ NDA സർക്കാർ 374A കൊണ്ടുവന്നു. ഗുരുതര അരാജകത്വം ഉണ്ടെങ്കിൽ ഔപചാരിക പ്രമേയം ഇല്ലാതെ തന്നെ സ്പീക്കർക്ക് ഉടനെ സസ്പെൻഡ് ചെയ്യാം. എന്നാൽ ഇപ്പോഴത്തെ സ്പീക്കർ ഈ നിയമം ദുരുപയോഗം ചെയ്യുന്നത് ജനാധിപത്യത്തിന്റെ പൂർണ്ണ പരാജയമാണ്. 2023 ഡിസംബറിൽ ബിർലാജി ഇന്ത്യൻ പാർലമെന്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ സസ്പെൻഷൻ നടത്തി. 100 പ്രതിപക്ഷ MP-മാരെ സസ്പെൻഡ് ചെയ്തു. ഈ ഒരു സംഭവം മാത്രം 2004 മുതലുള്ള എല്ലാ ലോക്സഭാ സസ്പെൻഷനുകളുടെയും 40%. 20 വർഷത്തെ മൊത്തം സസ്പെൻഷനുകളുടെ 40% ഒരു ദിവസം കൊണ്ട് ഉണ്ടായി. എന്താണ് ഞങ്ങളുടെ കുറ്റം? പാർലമെന്റ് സുരക്ഷാ ലംഘനത്തെക്കുറിച്ച് സർക്കാരിൽ നിന്ന് പ്രസ്താവന ആവശ്യപ്പെട്ടു. ഇത് ദേശീയ പ്രാധാന്യമുള്ള വിഷയമല്ലേ? ബിർലാജി 3 ക്രിമിനൽ നിയമ ഭേദഗതി ബില്ലുകൾ ചർച്ചയില്ലാതെ പാസാക്കി. ഞാൻ പറയും, അദ്ദേഹം ക്രിമിനലുകൾക്കൊപ്പം നിന്ന് ജനാധിപത്യത്തെ ശ്വാസം മുട്ടിക്കുകയാണ് എന്ന്. 2004 മുതൽ ഇന്നുവരെ ലോക്സഭയിൽ 245 സസ്പെൻഷനുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ പകുതി 112 എണ്ണം ബിർലാജി മാത്രം നടത്തിയതാണ്. അദ്ദേഹം മാത്രമാണ് പ്രതിപക്ഷ MP-മാരെ ഇങ്ങനെ നോക്കി വെച്ച് പുറത്താക്കുന്ന സ്പീക്കർ. 17-ാം ലോക്സഭയിൽ 120 പുറത്താക്കലുകൾ ബിർലാജി നടത്തി. എല്ലാം പ്രതിപക്ഷത്തു നിന്നുള്ള ആളുകളെയാണ്. ഭരണപക്ഷത്ത് നിന്ന് പേരിന് പോലും ഒരാളെ പുറത്താക്കിയില്ല. സോമനാഥ് ചാറ്റർജിയുടെ കാലത്ത് 2004-2009 കാലത്ത് 5 MP-മാരെ മാത്രമാണ് പുറത്താക്കിയത്. റൂൾ 374A ഒരിക്കലും ഉപയോഗിച്ചില്ല. മീരാകുമാർ 2009-2014 കാലത്ത് 45 MP-മാരെ സസ്പെൻഡ് ചെയ്തു. അതിൽ 70% UPAയും കോൺഗ്രസുമായിരുന്നു എന്നതാണ് ഏറെ രസകരം. I would like to remind you that any MP who suspended is not suspended by the speaker. The house suspended. I'm glad that you have been reminded of this by the Honorable Marshal, and I will take your point. And I will there is a process, there is a procedure. Yes, sir. There is a process, there is a procedure. All right, sir. He presided over
procedure, it. the Sir, process is followed. Yes, sir. He presided over it. Sir, I will change my terminology thanks to the intervention from the Honorable Marshal. Thank you very much. Perhaps we should add a 10th member to the panel. We should add a 10th member to the panel. But anyway, I'm joking, sir. I'm joking, sir. No. I'm joking, sir. One second. All right. Please hold on. Please hold on. Yes, sir. No, this cannot continue like Yes, this. sir. All right. This is not done. Okay, sir. This is sir, not done. Sir, let me go. I apologize. Sir, let me go back. Her previous sentence is removed yes, from the sir. record. Okay, yes, sir. All right. She suspended. She is suspended. One second. Yes, sir. This type of sly remarks should be removed, and I Please request the chair to caution the member to derive from this type of sly remark. No, once again. No, once again. No. I fully agree. I fully agree with please. Mr. Bharat. I fully agree because the comments are against the chair. Sir, very good. Please continue. That's fine. Saugat Raji, please understand. These remarks are against the chair. Sir, we are moving a no Earlier, the confidence remarks were against the against chair. Sir, we are moving a no confidence against the chair. Obviously, the comments will be No. against the chair. Please let me finish, sir. സുമിത്ര മഹാജൻ 2014 മുതൽ 19 വരെ 73 എം പിമാരെ സസ്പെൻഡ് ചെയ്തു. 33% കോൺഗ്രസ്, ബാക്കി AIADMKയും TDPയും. ഇനി രണ്ടാമത്തെ വലിയ കാര്യം, ബിർളാജിയുടെ കാലത്ത് ബില്ലുകൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾക്ക് അയക്കുന്നത് വരെ കുറഞ്ഞു. 93 സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ രൂപീകരിച്ചത് ബില്ലുകൾ സൂക്ഷ്മമായി പരിശോധിക്കാൻ വേണ്ടിയാണ്. 14-15 ലോക്സഭകളിൽ 60-71% ബില്ലുകൾ കമ്മിറ്റിക്ക് അയച്ചിരുന്നതാണ്. എന്നാൽ 16 ലോക്സഭയിൽ 27%, കഴിഞ്ഞ ലോക്സഭയിൽ 16%. ഇപ്പോഴത്തേത് ഏകദേശം ഒറ്റ അക്കത്തിൽ എത്തുമെന്നാണ് തോന്നുന്നത്. പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം 77 നിയമപ്രകാരം ക്യാബിനറ്റ് മന്ത്രി പദവിക്ക് തുല്യമാണ്. പഴയകാല സ്പീക്കർമാർ പ്രതിപക്ഷ നേതാവിനും മുതിർന്ന അംഗങ്ങൾക്കും സംസാരിക്കാൻ അനുവാദം നൽകിയിരുന്നു. ഇപ്പോഴത്തെ സ്പീക്കർ പ്രതിപക്ഷ അംഗങ്ങളുടെ മൈക്ക് മധ്യത്തിൽ ഓഫ് ചെയ്യുന്ന കല പൂർണ്ണമായി നടപ്പാക്കുന്നു. 30 സെക്കൻഡിനുള്ളിൽ സംക്ഷിപ്തമായി പറയൂ എന്ന് നിരന്തരം പറയും. ഭരണപക്ഷത്തിന് അനന്തമായി സംസാരിക്കാം. അടിസ്ഥാനരഹിത ആരോപണങ്ങൾ ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് മിണ്ടാൻ കഴിയില്ല. മാർച്ച് 25 ഇന്ത്യ ബ്ലോക്ക് MPമാർ സ്പീക്കറെ കണ്ടു. 12 പ്രശ്നങ്ങൾ ഉന്നയിച്ചു. ഡെപ്യൂട്ടി സ്പീക്കർ നിയമിക്കാത്തത്, പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ അവസരം നൽകാത്തത് തുടങ്ങിയ കാര്യങ്ങൾ. മണിപ്പൂരിനെ കുറിച്ച് ചർച്ച അനുവദിച്ചില്ല. അവസാനം അവിശ്വാസ പ്രമേയം കൊണ്ടുവരേണ്ടി വന്നു വിഷയം ഒന്ന് ഉന്നയിക്കാൻ. രമേശ് ബിധൂരിയ ഡാനിഷ് അലിയെ കത്വ മുസ്ലിം ഭീകരൻ എന്ന് വിളിച്ചു. ബിർളാജി ഒന്നും ചെയ്തില്ല. He called him a Katwa, Musalman Atangwadi. Birlaji did nothing. You failed not only Danish Bhai, but you failed 200 million Muslims of this country who put their head on their forehead on this soil of this thing. Ramesh Biduri continued the rest of the term merrily. He was never suspended. ഹിൻഡൻബർഗ്, അദാനി, ചൈനീസ് അതിർത്തി അധിനിവേശം, ഇന്തോ-US വ്യാപാര കരാർ, ED ഫയലുകൾ തുടങ്ങിയവയിലൊന്നും ചർച്ച അനുവദിച്ചില്ല. ഫെബ്രുവരി 2 പ്രതിപക്ഷ നേതാവിന്റെ നന്ദി പ്രമേയം ഒരു കാരണവുമില്ലാതെ തടസ്സപ്പെടുത്തി. സ്പീക്കർ പ്രധാനമന്ത്രിയോട് സ്ത്രീ MPമാർ അപകടമാണ് എന്ന് പറഞ്ഞ് സഭയിലേക്ക് വരരുത് എന്ന് ഉപദേശിച്ചു എന്ന് പറഞ്ഞത് കേട്ടു. സ്പീക്കർ സാഹിബ്, നിങ്ങൾ ഇനി ഈ സഭയുടെ കാര്യങ്ങൾ നടത്താൻ യോഗ്യനല്ല. ഒലിവർ ക്രോംവെൽ 53-ലും ലിയോ അമേറി 40-ലും പറഞ്ഞതുപോലെ ഞാൻ പറയാം, നിങ്ങൾ ഇവിടെ നല്ലതിനായി നീണ്ട നേരം ഇരുന്നു, ഇനി മതി, ദൈവത്തിൻ്റെ പേരിൽ നിങ്ങൾക്ക് പോകാം, ചെയ്തു കൂട്ടിയതിനെല്ലാം വലിയ നന്ദി എന്നാണ് മഹുവ മൈത്ര പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. You have sat too long here for any good you have been doing. Depart, I say, and let us have done with you. In the name of God, go. അതായത് നിങ്ങൾ പണി ഇഷ്ടപ്പെട്ടു, നാളെ മുതൽ പണിക്ക് വരണ്ട എന്ന് നമ്മൾ സാധാരണ പറയല്ലോ. അതുപോലെയാണ് ഈ ഗംഭീരമായ പ്രസംഗത്തിൽ കൺക്ലൂഷനായി അവർ പറഞ്ഞ് അവസാനിപ്പിച്ചത്. നന്ദി, നമസ്കാരം.